ഓർമ്മയുടെ കൈകൾ ഓർമ്മയുടെ കൈകൾ നിന്നെ വരവേൽക്കുന്നുണ്ടേ രാവിന്റെ ഈണം തീരുമ്പോ ഓ കനവിന്റെ പാല് ചായുമ്പോ ചുടിശ്വാസം കാലിൽ ചേരുമ്പോൾ കണ്ണു പൊത്തിയാരും കാണാതെ ഇഷ്ടമല്ലേ ഇഷ്ടമല്ലേ കൂട്ടുകാരി. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പാട്ടറിയാത്ത ഞാൻ എന്തിനാണ് ഈ പാട്ട് പാടിയെന്നല്ലേ. ഞാൻ ഇന്ന് വളരെ യാദൃച്ഛികമായിട്ടാണ് ഇന്ന് രാവിലെ ഈ പാട്ട് കേൾക്കുന്നത്. വെറുതെ പാട്ട് കേൾക്കാൻ ഒരു മോഹം തോന്നി. അങ്ങനെ ഞാൻ യൂട്യൂബ് എടുത്തു. പാട്ട് കേട്ടോണ്ടിരുന്നപ്പോൾ നമ്മൾ ചോക്ലേറ്റ് പൃഥ്വിരാജ് ഹിറ്റ്സ് ആണ് എടുത്തത്. അപ്പൊ അതില് ഒന്ന് രണ്ട് മൂന്നാമത്തെ പാട്ടായിരുന്നു ഇത്, ഇഷ്ടമല്ലേ. ഈ പാട്ട് കേട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ ഒരു പഴയ സ്കൂൾ കാലഘട്ടത്തിലേക്ക് പോയപ്പോ എനിക്ക് ഉള്ളിൽ ചിരിയാണ്. കാരണം ആ ഒരു സമയത്തുണ്ടായിരുന്ന ഒരു ഇൻസിഡന്റ് ആലോചിച്ചപ്പോൾ എന്റെ മനസ്സിൽ വെറുതെ ഒരു നല്ലൊരു ഓർമ്മ വന്നു. അപ്പോൾ അത് ഞാനിപ്പോ യൂട്യൂബൊക്കെ ചെയ്യുന്നത് കണ്ട് നിങ്ങളുടെ കൂടെ ഒന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഈ പാട്ടിന് പിന്നിൽ ഒരു ചെറിയ കഥയുണ്ട്. കഥ എന്താണെന്ന് ഞാൻ പറയാം. വളരെ ചെറുതായിട്ട് നിങ്ങൾ ഭയങ്കര ക്യൂരിയോസിറ്റി ഒന്നും വേണ്ടെങ്കിൽ ഒരു രസകരമായ ഒരു കഥ. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമാണ്. അപ്പൊ ഞങ്ങൾ ട്യൂഷനൊക്കെ പോയിട്ട് ഞാനും എൻ്റെ ഫ്രണ്ടും നടന്നാണ് വരുന്നത്. അപ്പൊ അന്ന് പതിവ് പോലെ നടന്നു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞങ്ങളുടെ പുറകില് എന്നും ഞങ്ങളുടെ കൂടെ അല്ലെങ്കിൽ ഞങ്ങളുടെ പുറകിലെ ഫ്രണ്ടിലോ കേട്ട് ട്യൂഷൻ ക്ലാസ് വിടുന്ന സമയം എല്ലാവരും ഒന്നിച്ചാണ് വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ 2-3 ആൺകുട്ടികളും കൂടെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളോട് അധികം സംസാരിക്കാത്ത ആൺകുട്ടികളാണ്. ക്ലാസ്സിലുണ്ടെന്നേ ഉള്ളൂ അങ്ങനത്തെ. അപ്പൊ അവര് ഇങ്ങനെ ഞങ്ങളുടെ തൊട്ട് പുറകിലായിട്ട് വരുന്നുണ്ട്. പക്ഷെ അപ്പൊ ഫോണൊന്നും അങ്ങനെ 2008 ആ സമയത്താണ്. ഫോണൊന്നും അറിയാതില്ല. കുഞ്ഞു ഫോണൊക്കെ ചില ആൺകുട്ടികളുടെ കയ്യിൽ കണ്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളൂ. അപ്പൊ ആ പയ്യന്റെ കയ്യിൽ ഫോണില് ഈ പാട്ട്, ഇഷ്ടമല്ലേ പാട്ട് ഇങ്ങനെ കുറെ പുള്ളില്ല കുറെ വരികൾ ഇങ്ങനെ ഇട്ടിട്ടാണ് അവൻ ഇങ്ങനെ നടന്നു വരുന്നത്. അപ്പൊ ഞങ്ങൾ വിചാരിക്കുകയും ചെയ്യാം പരസ്പരം നോക്കിയിട്ട് എന്താണിത് പതിവില്ലാത്ത ഒരു രീതിയിൽ ഇങ്ങനെ പാട്ടിട്ട് വരുന്നതെന്ന് തോന്നി. കുറച്ച് കഴിഞ്ഞിട്ട് പാട്ട് ഓഫ് ചെയ്തിട്ട് അവൻ ഞങ്ങളോടായിട്ട്, ഞാൻ പറഞ്ഞില്ലേ മിണ്ടാറില്ല, അപ്പൊ ഞങ്ങളോടായിട്ട് ഉറക്കെ പറഞ്ഞുകൊണ്ട് പോവാണ്, ഇന്നയാളുടെ പേര് ഞാൻ പറയുന്നില്ല, അവരുടെ പ്രവേശയാണല്ലോ. ഇന്നയാള് പറഞ്ഞിട്ട് ഹരിക്ക് വേണ്ടിയാണ് ഈ പാട്ട് ഇട്ടത്, നിന്നെ കേൾപ്പിക്കാൻ വേണ്ടി ആള് ഇടാൻ പറഞ്ഞു, അതുകൊണ്ട് ഈ പാട്ട് ഇട്ടതാണെന്ന്, ഈ ഇഷ്ടമല്ലേ എന്നുള്ള പാട്ട്. എന്നിട്ട് അവന് ഓടിപ്പോയി. ഞാൻ പറഞ്ഞില്ലേ അവൻ ചമ്മലൊക്കെ ഉള്ള ആളാണ്. അവനങ്ങനെ ഓടിപ്പോയി. അപ്പൊ അത് എന്നെ സംബന്ധിച്ച് ഭയങ്കര കൗതുകമുള്ള ഒരു കാര്യമാണ്. അന്ന് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോണ്ടല്ലോ, പ്രണയമൊന്നുമില്ല കേട്ടോ, സത്യസന്ധമായിട്ട് ഞാൻ പറയുന്നു, പ്രണയമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഒരു കൗതുകം ഉണ്ടായിരുന്നു, അതൊരു രസം ഉണ്ടായിരുന്നു. ആ പുറകെ നടക്കുന്നത് ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട്. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എന്നെ ഒരാൾ ഇഷ്ടമാണെന്നൊക്കെ പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു കൗതുകം എനിക്ക് എന്തായാലും ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ഓർമ്മ ആ ദിവസം ഈ പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് ശരിക്കും ആ ഒരു ഇൻസിഡന്റ് ആണ് ഓർമ്മ വന്നത്. അപ്പൊ ഈ ചോക്ലേറ്റ് സിനിമയൊക്കെ ഇറങ്ങി, ചോക്ലേറ്റ് അല്ലേ ആണ് ഇറങ്ങിയ സമയമായിരുന്നു. അപ്പം പൃഥ്വിരാജിന്റെ പടമുള്ള വനിതയൊക്കെ ഉണ്ടായിരുന്നു, ഇറങ്ങിയിരുന്നു. അപ്പൊ അത് വെച്ചിട്ടാണ് ഞാൻ ബുക്കൊക്കെ പോയിരുന്നത്. ഭയങ്കര ഇഷ്ടം. അങ്ങനെ അതൊക്കെ ആ ഒരു സമയം ഒരു ഓർമ്മ വന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളുമായിട്ട് ഒരു കുഞ്ഞു ഓർമ്മ ഒരു രസം ഷെയർ ചെയ്തെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വേറൊന്നുമില്ല. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.